പ്രിയമുള്ളവരെ, ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ ആ ബിൽഡിങ് നമ്മുടെ ബസ് സ്റ്റാൻഡ് മുതൽ ഇങ്ങോട്ട് താഴേക്ക് പോന്നിട്ട് ഈ ബിൽഡിങ് കാണിച്ചതല്ലേ ഫസ്റ്റ് ഞാൻ. എന്താ സംഭവം എന്ന് അറിയങ്ങൾ, നമ്മളിപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ അതിൻ്റെ ടെക്സ്റ്റ് മെസ്സേജുകൾ കണ്ടിട്ടുണ്ടാവും. 10-21 വർഷമായിട്ട് നമ്മുടെ കരുവാരകുണ്ടിൽ സ്ഥിതി ചെയ്യുന്ന അക്ഷയ കിഴക്കേത്തലയ്ക്ക് നമ്മുടെ നജാത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് വളരെയധികം പ്രയാസത്തോടു കൂടി ആളുകൾ കയറാനും ഇരിക്കാനും ഒന്ന് ചെന്നുങ്ങാണ്ട് മുട്ടുവേദനയുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കൊക്കെ വൈകല്യങ്ങളിലെ ആളുകൾക്കൊക്കെ വളരെ പ്രയാസമായിട്ട് കയറിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടേന്. അപ്പോൾ അതൊക്കെ മാനിച്ചുകൊണ്ട് നല്ല, പിന്നെ അത് മാത്രമല്ല പാർക്കിംഗ് സൗകര്യം വളരെയധികം കഷ്ടപ്പെടേന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്, ഈ വീഡിയോയിൽ കാണുന്ന ഈ ബിൽഡിങ് നല്ല പാർക്കിംഗ് സൗകര്യത്തോടു കൂടി 2024 1-ാം തീയതി, അതായത് നാളെ 1-ാം തീയതി നാളെ 10 മണിയോടുകൂടി ഇവിടെ അതിൻ്റെ പ്രവർത്തനം പുതിയ ഒരു അക്ഷയമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടക്കണം. അപ്പോൾ നമുക്ക്, ഞാൻ നിസാറോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിസാറിനോട് ഇപ്പോൾ എന്തൊക്കെ പറയാനുള്ളത് എന്താണെന്നുള്ളത് നിസാർ പറയട്ടെ. അപ്പോൾ നാളെ രാവിലെ മുതൽ അക്ഷയക്ക് വരുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ താഴത്തേക്ക് വരിക. അപ്പോൾ സൗകര്യങ്ങളോടുകൂടി നല്ല ഒരുക്കണം. നമ്മൾ പേടിച്ചാൽ നിൽക്കേണ്ട, വണ്ടി നിർത്താൻ സ്ഥലമല്ല, അക്ഷയക്ക് ചെന്നാൽ ഇടങ്ങാറാണ്. നമുക്കറിയാം 21 വർഷമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്താ അതൊക്കെ നോക്കിക്കോ. ടീക്കേ ആ ഇവിടെ വാ, മൈക്ക കുത്തണ്ടായിരുന്നു, നല്ല കേൾക്കോളൂ. അപ്പോൾ നമ്മുടെ നിസാറിനിപ്പോൾ പരിചയപ്പെടുത്തത് വേണ്ട, എല്ലാവർക്കും അറിയാം. എന്തായാലും നിസാറിന് ഇപ്പോൾ എന്താ പറയാനുള്ളത്, ഞാൻ ക്യാമറ തിരിക്കാം, മൈക്ക് ഒന്ന്. അപ്പോൾ ഞാൻ നിസാറിൻ്റെ അടുത്ത് എത്തിക്കണേ, നിസാറിനെ പിടിച്ച് വെച്ചിരിക്കണേ. കാരണം ഇപ്പോൾ ഒരുപാട് വർക്ക് ഇവിടെ ചെയ്യാണ്ട് അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കിൽ നിൽക്കണോ. ഏതായാലും ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിസാറേ, എത്ര കൊല്ലായി ഇപ്പോൾ ഞാൻ 21 തള്ളിയിരിക്കണ്, അത് സത്യമാണോ എന്താ എനിക്കറിയില്ല. എത്ര കൊല്ലായി ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനം? 21 വർഷമായി കരുവാരകുണ്ടിൽ മൊത്തത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ അക്ഷയ സെന്ററുകൾ ആരംഭിച്ചിട്ട് 21 വർഷം. 21-ാം വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ആളുകളെ ഈ ഒരു സ്ഥാപനം ഈ ഒരു താഴത്തേക്ക് മാറ്റാനുള്ള കാരണം? സൗകര്യമൊക്കെ, ബാക്കി സൗകര്യമൊക്കെ, പിന്നെന്താണ് ഇതിന്റെ? നമ്മൾ മുതിർന്ന പ്രായമുള്ളവർക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ അംഗപരിമിതർക്ക് മുകളിലേക്ക് ഇപ്പോൾ മസ്റ്ററിങ്, ആധാർ പോലുള്ള സൗകര്യങ്ങൾ ഈ വിഭാഗം ആളുകളാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പോലത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അവർക്ക് മുകളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് പലരും നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിൽ തന്നെ ഉള്ള ഈ SBI ബാങ്കിനും ചപ്പാത്തി കമ്പനിക്കും ഇടയിലുള്ള ഈ പുന്ന കോംപ്ലക്സ് താഴെ നിലയിൽ റാമ്പ് സൗകര്യമുണ്ട്. വീൽ ചെയർ കയറാനുള്ള റാമ്പ് സൗകര്യമുണ്ട്. അകത്തേക്ക് വരെ വീൽ ചെയർ കയറാനുള്ള റാമ്പ് സൗകര്യം അതിന്റെ പലകയാണ് കിടക്കുന്നത്. അപ്പൊ ഞാനത് അതിന്റെ വീഡിയോയിൽ കാണിച്ചാൽ പലകയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആധാറ് പുതുക്കാൻ പോലത്തെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഇത് ഉപയോഗപ്പെടുത്താം. ആവശ്യത്തിനുള്ള നല്ല സൗകര്യമുണ്ട്. നല്ല സൗകര്യം. ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ വാഹനം ഇറങ്ങി നേരെ ആളുകൾക്ക് ഒന്നും കൂടി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട്. ഇത്രയും സൗകര്യമുള്ള റൂം നമ്മൾ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അപ്പൊ ഇനി വീഡിയോ കാണുന്ന ആളുകളോട്, ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ കൂടി അതുപോലെ വാട്സ്ആപ്പ് കൂടി ടെക്സ്റ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഇനി വീഡിയോ കാണുന്ന ആൾക്കാരോട് ആൾക്കാർ പറയാല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ സെന്ററാണ്, നമ്മുടെ അക്ഷയ സെന്ററാണ്. നാളെ ജനുവരി 1 പുതുവത്സര ദിനത്തിൽ രാവിലെ 10:30 ശേഷം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ചടങ്ങിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന വേളയിലും തുടർന്നും നിങ്ങളുടെ പിന്തുണയും സഹായ സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. അപ്പൊ കേട്ടില്ല നിങ്ങള്? നാളെ 10:30 മണിക്ക് നമ്മുടെ ഇപ്പൊ ഈ കാണുന്ന മാറിക്കാണ് ഇത് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി കമ്പനി നേരെ ഇപ്പുറത്ത് ഒരു വീടിന്റെ ഇടയിൽ അതിന്റെ അപ്പുറത്താണ് ബിൽഡിംഗ്. ഞങ്ങള് ഇത് കണ്ടോ, നല്ല നീളം കൂടിയ ബിൽഡിങ്, നല്ല പാർക്കിംഗ് സൗകര്യത്തോടെ ബിൽഡിങ്. ഇതിന്റെ കുറച്ചപ്പുറത്തേക്ക് ഞാൻ ക്യാമറ തിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നമ്മുടെ SBI ബാങ്കാണ്, അതിന്റെ അടിയിലാണിത്. അപ്പൊ സൗകര്യത്തിന് നല്ല അടിപൊളിയായിട്ട് ഈ അക്ഷയ സെന്റർ നിസാർ നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഇങ്ങോട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നാളെ ഇവിടെ ഒരു 10:30 മണിയാകുമ്പോൾ എല്ലാവരും എത്തിച്ചേരുക. കുഴപ്പവും കാര്യങ്ങളില്ലെങ്കിൽ ഞാനും ഉണ്ടാവും ഇവിടെ. നമുക്ക് ഉഷാറായിട്ട് നല്ലൊരു പ്രോഗ്രാം ആയിട്ട് നമുക്കത് കവർ ചെയ്യാം. അപ്പൊ മറക്കണ്ട, നാളെ 10:30. ഇത് നമ്മുടെ കിഴക്കേത്തല ടൗൺ ബസ് സ്റ്റാൻഡിന് നേരെ താഴെ ചപ്പാത്തി കമ്പനിന്റെ നേരെ മുന്നിലാണ് കടകളെ മുകളിൽ, അതാണ് പുന്ന കോംപ്ലക്സ്. അവിടെയാണ് ഈ അക്ഷയ ഉള്ളത്. ഇതിൽ മറ്റൊന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ അക്ഷയയിൽ വരുമ്പോ ഈ പദപോലെ ഫോട്ടോ എടുക്കണമെങ്കിലും ഫോട്ടോസ്റ്റാറ്റൊക്കെ ചെയ്യണമെങ്കിലും ഇവിടുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറേണ്ടി വരില്ല, അപ്പുറത്തേക്ക് മണ്ടേണ്ടതിലെ ബേജാറില്ല.
ജസീറ ഇവിടെ ഇവിടെ ആ അതെ. പിന്നെ നമ്മളെ ജസീറിന്റെ സ്ഥാപനം എന്താന്നുള്ള ജസീറിനെ പറയട്ടെ. പറഞ്ഞ നാളെ എപ്പോഴാ നമ്മൾ ഉദ്ഘാടനം? നമ്മളെ ഉദ്ഘാടനം 10 മണിക്ക്. 10 മണിക്ക്. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ AJ സ്റ്റുഡിയോ എന്നുള്ളതിൽ എങ്ങനെയാണ് അതിൽ എന്തൊക്കെ നമ്മൾ ഉണ്ട്, ഫോട്ടോ സ്റ്റാർട്ട് ഉണ്ട്, ഫോട്ടോ ഫ്രെയിം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ അറിയാലോ ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്പൊ ഫോട്ടോ സ്റ്റാർ ഇപ്പൊ അക്ഷയനെ സംബന്ധിച്ച് നമ്മളെ സ്റ്റുഡിയോന്റെ ഒരു ഓഫീസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അക്ഷയ ഇവിടെ വന്നപ്പോ നമ്മള് സ്റ്റുഡിയോ ആയിട്ട് തന്നെ ഫോട്ടോ എടുക്കാനും ഫോട്ടോ സ്റ്റാർ എടുക്കാനും ഫോട്ടോ ഫ്രെയിം ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നാളെ അതിന്റെ ഉദ്ഘാടനം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കാണുന്ന അവിടെ വീഡിയോ കാണുന്ന ആളെ എല്ലാരും നാളെ ഉദ്ഘാടനത്തിന് വരിക. ഷറാക്ക് ഇതുവരെ സഹകരിച്ച പോലെ ഇനിയും നിങ്ങൾ ശരി. എന്നാ അവള് ജസീർ പറഞ്ഞ മാതിരി തന്നെ നാളെ ഈ അക്ഷയന്റെ നേരെ മുകളിൽ തന്നെയാണ് ഈ AJ സ്റ്റുഡിയോ. നമ്മളെ കാര്യങ്ങളായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അതും ഉണ്ട്. അതോടൊപ്പം നമ്മളെന്താ വെച്ചാൽ ഈ അക്ഷയന്റെ കാര്യം പറയുമ്പോൾ ഫോട്ടോസ്റ്റാറ്റും ഫോട്ടോ ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. അപ്പൊ അതും നാളെ നമുക്ക് ഇതിൽ കാണാം.